നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജെഫ് പ്രീമിയം ഫ്ലാറ്റ് തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ എന്താണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് രാവിലെ ഇവിടെ ഒരുപാട് ഡെലിവറിക്കാർ വരുന്നതാണ്. സ്വിഗ്ഗിക്കാർ, സൊമാറ്റോ, അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ്, അതുപോലെ തന്നെ അവിടെ വേറെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ. അപ്പോൾ ഇന്ന് ബ്ലിങ്കിറ്റിൻ്റെ ആണ് ഒരുത്തന് വന്നിട്ട് ഇവിടെ അവനിവിടെ ഡെലിവറി ബോയ് ആണ്. സ്റ്റാഫുകൾക്ക് ഇവിടുത്തെ സ്റ്റാഫുകളല്ല, ഇവിടുത്തെ താമസിക്കുന്ന ആളുകൾക്ക് പിന്നെ ഇത് ബ്ലിങ്കറ്റ് കൊറിയർ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ് അവൻ്റെ പണി. അപ്പോൾ അങ്ങനെ വന്നപ്പം രാവിലെ സെക്യൂരിറ്റിയുടെ മൊബൈൽ അവിടെ മൈഗേറ്റിന് മൊബൈൽ കംപ്ലയിൻറ്റ് വന്നപ്പം സെക്യൂരിറ്റി അവിടെ എഴുതുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിക്ക് സ്പീഡില്ല, മറ്റാണ് മറിച്ചതാണെന്നും പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിയുടെ നേരെ അങ്ങോട്ട് തട്ടിക്കയറി. അപ്പോൾ സെക്യൂരിറ്റി എടുത്ത വായിലെ സെക്യൂരിറ്റിയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അർജൻറ്റ് ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരിക. കാരണം ഇവനൊക്കെ ഇവിടെ ചങ്ങലൊക്കെ ഇടേണ്ട സമയം കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവനെ വല്ല കഞ്ചാവോ ബ്രൗൺ ഷുഗറോ ഒക്കെ അടിച്ചിട്ടാവും ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റിയുടെ നേരെ മെക്കിട്ട് കയറുക, അല്ല മറ്റുള്ളവരുടെ നേരെ മെക്കിട്ട് കയറുക. എന്താ ഇത്? ചിലർക്ക് വന്ന് അവിടെ നിൽക്കാൻ ഒഴിവില്ല, അതിന് മുമ്പ് തന്നെ അവർക്ക് എൻട്രി ചെയ്ത് സാധനം കൊടുത്ത് പോകണം. ഇതൊന്നും ഒരു കാര്യം നടക്കുന്ന കാര്യമൊന്നുമല്ലത്. ഇവരൊക്കെ ചിലപ്പോൾ വല്ല മെൻറ്റയും പിടിച്ച് വല്ല ചങ്ങലയൊക്കെ ഇട്ട് അവിടുന്ന് ചങ്ങലയും പിടിച്ച് വന്നാവും. അതല്ലെങ്കിൽ വല്ല കള്ളോ കഞ്ചാവോ ഒക്കെ നടത്തി വരുന്നവനാവും. എന്നിട്ട് ഇവനൊക്കെ ഇവിടെ വന്നിട്ട് ചൂടാകുന്നു. പറ്റുമല്ലെന്നുണ്ടെങ്കിൽ അവൻ പണി നിർത്തി പോവുക. കാരണം ഇപ്പം വരുമ്പോൾ തന്നെ ഇവൻ്റെ അപ്പൻ്റെ ഫ്ലാറ്റൊന്നും അല്ല ഇത്, വരുമ്പോൾ തന്നെ ഇത് എൻട്രി ചെയ്ത് കൊടുക്കാൻ. പിന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് എഴുതാൻ ഓരോ ആൾക്ക് ഇത് എഴുതി വരണം. വണ്ടി നമ്പർ എഴുതണം, മൊബൈൽ നമ്പർ എഴുതണം, ഇവൻ്റെ പേര് എഴുതണം, ഫ്ലാറ്റ് നമ്പർ എഴുതണം. ഇത് ചുമ്മാ ഇവനെ അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റുമോ? ഇവനൊക്കെ വല്ല അവിടെ ചെന്നിട്ട് ഈ സ്വിഗ്ഗിക്കാരും ഡെലിവറിക്കാരും ഒന്നിന് ഒരു ഫ്ലാറ്റിലും കയറ്റത്തില്ല. ഈ ഒരു ഫ്ലാറ്റിലും മരിക്കില്ല. എറണാകുളത്ത് ഒരു ഫ്ലാറ്റിലും സെക്യൂരിറ്റിയുടെ ഇവരെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ വിടത്തില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് അവനിവിടെ വന്നിട്ട് ഞെളിയാണ്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ സെക്യൂരിറ്റി കണ്ടതിൻ്റെ ബാക്കി സെക്യൂരിറ്റിയും പറഞ്ഞു. കാരണം എല്ലാവർക്കും ദേഷ്യമുള്ള പ്രഷറുള്ള മനുഷ്യന്മാരാണ്. അവനെവിടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവൻ വേഗം അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നിട്ട് കണ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് വളരെ ക്ഷമയോടെ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ചില ആൾക്കാർക്ക് നോ പാർക്കിംഗ് വണ്ടി വെക്കണം തന്നെ നിർബന്ധം. ചിലർ പറഞ്ഞ് ഇന്നലെ ഒരുത്തം വന്നിട്ട് നോ പാർക്കിംഗ് മാറ്റാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ വെക്കുകയുള്ളൂ, ഞാനിപ്പോൾ വരത്തില്ല. ഇതൊക്കെയാണ് ഓരോരുടെ മറുപടി. ഇത് കാണുമ്പോൾ ആർക്കായാലും ചൊറിച്ചിട്ട് വരും. അതുപോലെ തന്നെ സെക്യൂരിറ്റി അങ്ങോട്ട് പറഞ്ഞു, അർജൻറ്റ് ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് വരിക. ഇവിടെ ഇത് എഴുതിയൊക്കെ ഉണ്ടാക്കണം. മൊബൈൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എഴുതുക തന്നെ വേണ്ടി വരും. അത് ഒരു ബുക്കല്ല 2 ബുക്ക് എഴുതേണ്ടി വരും ചിലപ്പോൾ. ഒന്ന് പിന്നെ അവരുടെ അറ്റൻഡൻസ് ലിസ്റ്റാണ്, സെക്യൂരിറ്റികളുടെ അറ്റൻഡൻസ് ലിസ്റ്റ്. ഈ ഒരു ബുക്കിൽ തന്നെ പല ആളുകൾ വരുന്നുണ്ട്, ഗസ്റ്റ് വരുന്നുണ്ട്, ഇവിടുത്തെ കോമൺ ഏരിയയിലുള്ള വർക്കുകാർ വരുന്നുണ്ട്, മറ്റുള്ളവർ വരുന്നുണ്ട്, മറിച്ചവർ വരുന്നുണ്ട്, അതിനിടെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, കോപ്പ്, കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വരും. ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്ന ഈ ബുക്കിലാണ്. ഇതൊക്കെ സെക്യൂരിറ്റി തന്നെ ചെയ്യണം. അതിനിടെ മൊബൈലിൽ ആപ്പ് അടിക്കണം. മൊബൈലിന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഈ ജോലിക്കാരുടെ മാത്രം എഴുതിയാൽ മതി. വല്ല പ്ലംബിങ്ങിൻ്റെയോ കറണ്ട് വർക്കിങ്ങോ AC ഫിറ്റിങ്ങോ മെക്കാനിക്കോ അങ്ങനെയുള്ളവരുടെയൊക്കെ. ഈ മൊബൈൽ വന്നു കഴിഞ്ഞാൽ കേട് വന്നു കഴിഞ്ഞാൽ പല പണിയും വരും. അപ്പം സഹിച്ച് നിൽക്കാൻ പറ്റുന്നവന്, ക്ഷമിച്ച് നിൽക്കാൻ പറ്റുന്നവന് രാവിലെ വന്ന് ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്ത് പോവുക. അതല്ലാത്തവന് എപ്പോഴെങ്കിലും വന്ന് പോട്ടെ. ശരി, എന്നാൽ നിർത്തുന്നു. നോക്കാം.